അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 98-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബയ്യിനയെക്കുറിച്ചാണ്. തെളിവ് എന്നാണ് ഇതിന് അർത്ഥം. മദീനയിൽ അവതരിച്ചതാണോ മക്കയിൽ അവതരിച്ചതാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിലും മദീനയിൽ അവതരിച്ചതാണ് എന്നാണ് കൂടുതൽ പ്രാബല്യം. ഇതിന് 8 ആയത്തുകളാണുള്ളത്. ഈ സൂറയിൽ അള്ളാഹു 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ജൂതരും ക്രിസ്ത്യാനികളും, അതായത് വേദഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ടുള്ളവർ. മറ്റത് ബഹുദൈവ ആരാധകർ, അതായത് പല ദൈവങ്ങളെ ആരാധിച്ചവർ. ഇവരെല്ലാം സത്യമായ മതത്തിൽ നിന്ന് എങ്ങനെ അകന്നുപോയി എന്ന് ചോദിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം സംബന്ധിച്ച വ്യക്തമായ തെളിവ് കിട്ടിയിട്ടും അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. മുൻവേദഗ്രന്ഥങ്ങളിലും പ്രവാചകം വരുമെന്ന വചനങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ അവർ അവയെ അവഗണിച്ചു. ഈ സൂറയിലെ സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, സത്യത്തെ അറിഞ്ഞിട്ടും നിഷേധിക്കുന്നവർ, അതായത് അവരുടെ സ്ഥലം നരകമാണ്, അവിടെ അവർ ശാശ്വതമായി ഇരിക്കും. സത്യവിശ്വാസം സ്വീകരിച്ച് സൽപ്രവൃത്തികൾ ചെയ്യുന്നവർ, അവർക്ക് സ്വർഗത്തിലെ സുഖവും അള്ളാഹുവിൻ്റെ പ്രസാദവും ലഭിക്കും. എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യം ഒരേ ഒരു ദൈവത്തെ ആരാധിക്കുക എന്നതാണ്. വേദഗ്രന്ഥങ്ങളെല്ലാം ഇതേ സന്ദേശമാണ് നൽകിയത്. ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സത്യത്തെ മനസ്സിലാക്കിയിട്ടും അതിൽ നിന്ന് മാറി നിൽക്കുന്നത് വലിയ തെറ്റാണ്. വിശ്വാസത്തിലും നല്ല പ്രവൃത്തികളിലും ഉറച്ചു നിൽക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന സ്ഥാനം ലഭിക്കും. വിശ്വാസം സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ശാശ്വത സൗഭാഗ്യവും അള്ളാഹുവിൻ്റെ തൃപ്തിയും. ചുരുക്കി പറഞ്ഞാൽ സൂറത്തുൽ ബയ്യിന നമ്മോട് പറയുന്നു, തെളിവ് വ്യക്തമായിരിക്കുമ്പോഴും സത്യത്തെ നിഷേധിക്കരുത്. ഒരേ ഒരു ദൈവത്തെ ആരാധിക്കുകയും നല്ല പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ കൃപയും സ്വർഗവും ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.